ഹലോ ഗൈസ്, ഈ ട്രെയിനിൽ സാഹസവും കാണിച്ചതെന്ന് മമ്മി പപ്പയോട് ഇത്ര കാര്യമായി സംസാരിക്കുന്നത് എന്താന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറൊന്നുമില്ല, ടാറ്റ ബൈ ബൈ പറയുവാണ്. കാര്യം ഞാനും മമ്മിയും ഒന്ന് കൊച്ചിക്ക് പോവാണ്, ജസ്റ്റ് ഗേൾസ് ടൈമിന് വേണ്ടി മാത്രം. ഹലോ, എവിടെയാ? ഞാൻ കൊച്ചി. എന്റെ ഹോസ്റ്റലിനകത്ത് വാക്ക് പോലും കിട്ടുന്നില്ല പറയാൻ. ഞാൻ അതിക്രമിച്ചിട്ടോ, ഞാൻ നല്ല അന്തസ്സായിട്ട് കയറി. അപ്പൊ നമുക്ക് കറങ്ങിയിട്ട് വരാം. റൂമിൽ ഒരു പെട്ടോ കള്ളക്കാട് കിടപ്പായി പോകുന്നില്ല പറഞ്ഞിട്ട്. നിങ്ങളെന്നെ അപമാനിക്കാൻ വേണ്ടി നിർത്തിയതാണോ? അപ്പൊ മനസ്സിലെങ്കിൽ ഞാൻ അങ്ങോട്ട് മെട്രോ അല്ല അണ്ടിക്കുന്ന ഒരാള് ടിക്കറ്റ് എടുക്കാൻ നിക്കോ പാവം. അതാണ് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ തക്കുടുവാവ കുണുവാവ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തക്കുടുവാവ നീലക്കുട്ടി ഇതാ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കട്ടെ. കണ്ട ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മെട്രോയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. മെട്രോയിലും കയറി നമ്മൾ എങ്ങോട്ടാണ് യാത്രാതി ചോദിച്ചാൽ വേറെ ഇങ്ങോട്ടും അല്ല. എല്ലാവർക്കും അറിയാം, മെട്രോയും കൊച്ചിയും ഒക്കെ കാണുമ്പോഴത്തേക്കിലും നമ്മുടെ ലുലുവിൽ വന്നില്ലെങ്കിൽ ഒരു സുഖം കിട്ടുമോ. അങ്ങനെ ഞങ്ങളിതാ ലുലുവിലെത്തി. പ്രത്യേകിച്ച് ആരും കണ്ടില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നു. സത്യം പറയണെങ്കിൽ ഒരു പണിയില്ലാണ്ട് വായി നോക്കി നടന്നു. നമ്മൾ എത്തിപ്പോയി. ഭയങ്കര ഫോട്ടോ പിടുത്തം. ദീപിക പത്തുക്കൊണ്ട് തോറ്റു. അത്രയ്ക്ക് ഗ്ലാമർ ആയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് എന്റെ അമ്മയുടെ ചേട്ടന്റെ മോളാട്ടോ, എന്റെ കസിൻ ആണ്. പിന്നെ എന്റെ സ്വന്തം നീവ് ചേച്ചി, എന്റെ മമ്മി. വീക്കെൻഡ് കിട്ടിയ പിന്നെ നമ്മളെല്ലാരും എൻജോയ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടില്ല ഗൈസ്. കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പരതി അവസാനം ഞങ്ങൾ ഇത് പാരഗണിലേക്ക് വന്ന് കയറി കേട്ടോ. പാരഗണിൽ വന്ന് കയറി നല്ല സൂപ്പർ പൊറോട്ടയും അതിനേക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും നമ്മൾ ഓർഡർ ചെയ്തു. എനിക്ക് പുറത്ത് ചെന്ന പൊറോട്ടയും ബീഫും കഴിച്ചില്ലെങ്കിൽ സത്യം പറയാലോ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. എനിക്കിത് കിട്ടിയേ. തീറ്റ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഗുരിസ്. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. സെലിബ്രിറ്റിക്ക് എത്രത്തോളം ക്യാപിക്ക് എന്റെ പൊന്നേ, എനിക്ക് വയ്യ. റിപ്പോർട്ടേഴ്സിന്റെ പിടുത്തൊക്കെ കഴിഞ്ഞു. ഓ ഇല്ലില്ല, വീണ്ടും ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടത്തിലാണ് ഗുയിസ്. എന്താ അമ്മയുടെ പ്രശ്നം? എന്ത് കിട്ടണോ അത്? എങ്ങനെ എന്ത് കിട്ടണോന്നമ്മ? ഇതിന്റെ മോള് വരെ കിട്ടണോന്ന്. എന്റെ കസിൻ അവക്ക് ഹോസ്റ്റൽ ടൈം ആയതുകൊണ്ട് അവള് പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. ഇപ്പൊ ഞാൻ നീതു ചേച്ചിക്ക് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. നമ്മള് പെൺപിള്ളേരൊക്കെ എവിടെ കൂടിയാലും അങ്ങനെ തന്നെ, നമുക്ക് എങ്ങനെ പോയാലും ഒരു ലോഡ് ഫോട്ടോസ് വേണം. അപ്പൊ ഞാൻ വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായി. മമ്മിയുടെ കയ്യിലോട്ട് ക്യാമറ കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ നീതു ചേച്ചിക്ക് പറ ഫോട്ടോ എടുത്ത് കൊടുക്കുകയായിരുന്നു. ഓഫ്, ഇറ്റ് വാസ് സച്ച് എ സ്പ്ലെൻഡഡ് ഡേ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒലിപ്പിച്ച് പല്ലും കഴിച്ചോണ്ട് നിൽക്കുന്നേ.
അങ്ങനെ ഞങ്ങള് ലുലുവിലൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് കുറെ ഫോട്ടോസും വീഡിയോസും വന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് തിരിച്ചതാ ഞങ്ങള് മെട്രോ കയറി വീട്ടിൽ പോരായിട്ട് ഐ മീൻ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ആക്ച്വലി ഈ ലുലു മോളിൽ നിന്ന് മെട്രോയിലേക്കുള്ള ഈ മെട്രോ എൻട്രി ആ പാസേജ് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ഈസ് സോ പ്രിട്ടി. കാര്യം ഈ മെട്രോ പോലൊക്കെ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നത് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ ഡേ അതിമനോഹരമായിട്ട് ഞങ്ങൾ എൻഡ് ചെയ്യാണ്. ഞങ്ങളിതാ ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ ഹോസ്റ്റലിൽ പോയി.